ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും ഭീകരമായ ഒന്നാണ് തായ്ലാൻഡിന്റെ പൊതുബോധത്തെയും ശിശു സംഭാവനകളെയും 6 പതിറ്റാണ്ടിലേറെ കാലം വേട്ടയാടിയ സിയോയ് സെയ് ഇങ്ങിൻ്റേത്. ഭക്ഷണം കഴിക്കാതെ വാശി പിടിച്ച് കരയുന്ന കുട്ടികളെ പേടിപ്പെടുത്താൻ തായ്ലാൻഡിൽ ഇന്നും ഈ പേര് ഉപയോഗിക്കുന്നുണ്ട്. സിയോയിൻ്റെ കഥയെ കൂടുതൽ ഭീകരമാക്കിയത് അദ്ദേഹത്തിൻ്റെ മരണശേഷമുള്ള ദുരവസ്ഥയായിരുന്നു. വധശിക്ഷയ്ക്ക് ശേഷം 60 വർഷത്തോളം ബാങ്കോക്കിലെ സീരീസ് ആശുപത്രിയിലെ മെഡിക്കൽ മ്യൂസിയത്തിൽ ഒരു പ്രദർശന വസ്തുവായി അദ്ദേഹത്തിൻ്റെ മൃതദേഹം സൂക്ഷിച്ചു. തായ്ലാൻഡിലെ കുട്ടികളെ പേടിപ്പെടുത്തുന്ന ഭൂതം എന്നറിയപ്പെടുന്ന സിയോയുടെ കറുത്ത ചുക്കി ചുളുങ്ങിയ ശരീരം കുറ്റവാളികളോടുള്ള സമൂഹത്തിൻ്റെ പ്രതികാരത്തിൻ്റെയും ഭയത്തിൻ്റെയും പ്രതീകമായി അങ്ങനെ നിലകൊള്ളുകയും ചെയ്തു. എന്നാൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വിഭാഗം ഈ മനുഷ്യൻ നിരപരാധിയാണെന്നും തെളിയിക്കപ്പെടാത്ത കുറ്റകൃത്യങ്ങൾക്ക് ഇരയാക്കപ്പെട്ടതാണെന്നും വാദിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. തായ്ലാൻഡിലെ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രപരമായിട്ടുള്ള ഏറ്റവും വിവാദപരമായിട്ടുള്ള അധ്യായങ്ങളിലൊന്നായാണ് സിഇഒയുടെ കേസ് ഇന്നും പരിഗണിക്കപ്പെടുന്നത്. 1950കളിലാണ് സിയോയ് സെയ് ഉങ് തായ്ലാൻഡിലെ വിവിധ പ്രവിശ്യകളെ ഭീതിയിലാഴ്ത്തിയ കൊലപാതക പരമ്പരയുടെ പേരിൽ പ്രസിദ്ധനാകുന്നത്. 5നും 10നും ഇടയിൽ പ്രായമുള്ള 7ഓളം കുട്ടികളെയാണ് അദ്ദേഹം കൊലപ്പെടുത്തിയതായി ആരോപിക്കപ്പെടുന്നത്. ഗ്രാമപ്രദേശങ്ങളിലോ പട്ടണങ്ങളുടെ ആളൊഴിഞ്ഞ ഭാഗങ്ങളിലോ കുട്ടികളെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു രീതി. ഇതിലും ഭീകരമായിട്ടുള്ള ആരോപണം ഇരകളുടെ ഹൃദയവും കരളും പാകം ചെയ്ത് ഭക്ഷിച്ചിരുന്നു എന്നതാണ്. ഈ നരഭോജനം എന്ന ആരോപണം സിഇഒയുടെ വ്യക്തിത്വത്തിന് ഒരു ഭീകര പരിവേഷവും കൂടി നൽകി. ഇരകൾ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നത് കൊണ്ട് തന്നെ തായ്ലാൻഡിലെ പൊതുസമൂഹത്തിൻ്റെ ഭയവും രോഷവും പരമാവധി അങ്ങനെ വർദ്ധിക്കുകയാണ്. ഈ ക്രൂരതയുടെ കഥകൾ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുകയും സിഇഒയെ ഒരു യഥാർത്ഥ ഭൂതമായി കുട്ടികളുടെ ഭാവനയിൽ രേഖാമൂലം രൂപപ്പെടുത്തുകയും ചെയ്തു. 1927 ദക്ഷിണ ചൈനയിലെ തുറമുഖ നഗരമായ ഗാങ്ഡോൺ പ്രവിശ്യയിലെ ഷാൻഡോവിലാണ് സിഇഒ ജനിക്കുന്നത്. ഹുവാങ് ലൂയി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. ദാരിദ്ര്യവും 2ാം ലോക മഹായുദ്ധത്തിൻ്റെ അസ്ഥിരതകളും നിറഞ്ഞതായിരുന്നു ആ മനുഷ്യൻ്റെ ബാല്യവും. ചൈനീസ് സൈനികനായി സേവനം അനുഷ്ഠിച്ച ശേഷം മെച്ചപ്പെട്ട ജീവിതം തേടി 1940കളുടെ അവസാനത്തോടെ ഇദ്ദേഹം വീണ്ടും ഒരു കുടിയേറ്റക്കാരനായി തായ്ലാൻഡിലെത്തുകയാണ്. നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടാണ് ഇദ്ദേഹം പുതിയ രാജ്യത്തേക്ക് കാലെടുത്തു വെച്ചത്. എന്നാൽ ദാരിദ്ര്യവും ഒറ്റപ്പെടുത്തലും അദ്ദേഹത്തെ വിടാതെ അങ്ങനെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഭാഷ അറിയാത്തതിനാലും കുടിയേറ്റക്കാരനായതിനാലും സമൂഹം ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. കഠിനാധ്വാനം ചെയ്തിട്ടും ജീവിതമൊന്നും പച്ചപിടിക്കാൻ കഴിയാത്തത് അദ്ദേഹത്തെ കടുത്ത മാനസിക സംഘർഷങ്ങളിലേക്ക് തള്ളിവിട്ടു. സാമൂഹിക ഒറ്റപ്പെടുത്തലുകളും സാമ്പത്തികപരമായിട്ടുള്ള പരാജയങ്ങളും ഒടുവിൽ ഇദ്ദേഹത്തെ കുറ്റകൃത്യങ്ങളിലേക്ക് നയിച്ചുവെന്നും മാനസിക നില തെറ്റിയതിനാലാണ് ഇദ്ദേഹം ദുർബലരായ കുട്ടികളെ ലക്ഷ്യമിട്ടിരുന്നതെന്നും ചില മനഃശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട്. 1954 മുതൽ 1958 വരെയുള്ള 4 വർഷ കാലയളവിൽ ബാങ്കോക്ക്, നഗോൺ, പത്തോം, റയോങ് എന്നീ പ്രവിശ്യകളിൽ 7 കുട്ടികളെയാണ് സിഇഒ കൊലപ്പെടുത്തിയതായി പോലീസ് ആരോപിക്കുന്നത്. തനിച്ചു നിൽക്കുന്ന കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയും കത്തി ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തുകയും തുടർന്ന് മൃതദേഹം കീറിമുറിച്ച് അവയവങ്ങൾ നീക്കം ചെയ്യുന്നതുമായിരുന്നു ഇയാളുടെ രീതി. തെളിവുകൾ നശിപ്പിക്കുന്നതിനായി ഇയാൾ പലപ്പോഴും മൃതദേഹങ്ങൾ അഗ്നിക്ക് ഇരയാക്കുകയായിരുന്നു. 1958 റയോങ് പ്രവിശ്യയിലെ ഒരു വനത്തിൽ വെച്ച് 8 വയസ്സുകാരൻ്റെ മൃതദേഹം കത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സിഇഒ പിടിയിലാവുന്നത്. കാണാതെ പോയ മകനെ തിരഞ്ഞിറങ്ങിയ പിതാവാണ് ഇദ്ദേഹത്തെ കണ്ടെത്തുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തത്. അറസ്റ്റിന് ശേഷം സിഇഒയുടെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ കുഞ്ഞുങ്ങളുടെ ശവശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയായിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം സിഇഒ മറ്റ് 6 കുട്ടികളെ കൊലപ്പെടുത്തിയതായും സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെയാണ് കേസിൻ്റെ ഏറ്റവും വലിയ വിവാദം ഉടലെടുക്കുന്നത്. തായ് ഭാഷ വശമില്ലാതിരുന്ന സിഇഒയുടെ കുറ്റസമ്മതം ഒരു പരിഭാഷകന്റെ സഹായത്തോടെയായിരുന്നു. സിഇഒ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അഭിഭാഷകന്റെ വ്യാഖ്യാനങ്ങളിലൂടെയും പോലീസ് നൽകിയ സമ്മർദ്ദത്തിലൂടെയും രേഖപ്പെടുത്തപ്പെട്ടു എന്ന ആരോപണം പിന്നീട് ശക്തമായി ഉയരുകയായിരുന്നു. കുറ്റം സമ്മതിച്ചതിലൂടെ പോലീസ് കേസ് പെട്ടെന്ന് അവസാനിപ്പിച്ചുവെന്നും മറ്റ് തെളിവുകളൊന്നും തന്നെ തേടിപ്പോയിട്ടില്ല എന്നും വിമർശനങ്ങൾ ഉയർന്നു. കുറ്റസമ്മതം നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സിഇഒയെ വെടിവെച്ച് കൊല്ലാൻ കോടതി അങ്ങനെ ഉത്തരവിടുകയാണ്. 1959 സെപ്റ്റംബർ 16 വിധി നടപ്പിലാക്കപ്പെടുകയും ചെയ്തു. ഈ വിചാരണയിലെ പിഴവുകളും കൃത്യമായിട്ടുള്ള നിയമസഹായം ലഭിക്കാതിരുന്നതും സിഇഒയുടെ നിരപരാധിത്വത്തെക്കുറിച്ച് ഇന്നും സംശയങ്ങൾ ഉണർത്താൻ കാരണമാക്കിയിരിക്കുകയാണ്. സിഇഒയുടെ കഥ അദ്ദേഹത്തിൻ്റെ വധശിക്ഷയോടെ അവസാനിച്ചതുമില്ല. സിരിരാജ് ആശുപത്രിയിലെ മെഡിക്കൽ മ്യൂസിയം ഗവേഷണ ആവശ്യങ്ങൾക്കായി അദ്ദേഹത്തിൻ്റെ ശരീരം മമ്മിഫൈ ചെയ്ത് പ്രദർശിപ്പിക്കുകയും ചെയ്തു. തായ്ലാൻഡിലെ കുട്ടികളെ പേടിപ്പെടുത്താനുള്ള പ്രേതമായി അദ്ദേഹം മാറിയതോടെ വർഷങ്ങളോളം ഈ മൃതദേഹം കാണുവാൻ ഒട്ടനവധി പേരാണ് ആ മ്യൂസിയത്തിലേക്ക് എത്തിയത്. നീണ്ട 60 വർഷക്കാലം സിഇഒയുടെ കറുത്ത ചുക്കിച്ചുളിഞ്ഞ ശരീരം
ഒരു ഗ്ലാസ് കൂടാരത്തിൽ നരഭോജി എന്നെഴുതിയ ലേബലോട് പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഒരു വധശിക്ഷയ്ക്ക് വിധേയനായ വ്യക്തിയുടെ മൃതദേഹം ഇത്രയും കാലം പ്രദർശന വസ്തുവായി സൂക്ഷിക്കുന്നത് മനുഷ്യത്വത്തിൻ്റെ അന്തസ്സിനും അവകാശങ്ങൾക്കും എതിരാണെന്ന വാദം മനുഷ്യാവകാശ പ്രവർത്തകർക്കിടയിൽ ശക്തമാവുകയും ചെയ്തു. ഇത് തായ്ലാൻഡിലെ നീതിന്യായ വ്യവസ്ഥയുടെ കറുത്ത അധ്യായമായി കണക്കാക്കപ്പെടുകയും ചെയ്തു. നീണ്ട 60 വർഷത്തെ പ്രദർശനത്തിന് ശേഷം സിയുയ്ക്ക് വേണ്ടി നീതിന്യായ പോരാട്ടം വീണ്ടും തായ്ലാൻഡിൽ ആരംഭിച്ചു. മനുഷ്യാവകാശ പ്രവർത്തകർ സിയുയെ നിരപരാധി എന്ന് അവകാശപ്പെട്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. തെളിയിക്കപ്പെടാത്ത കുറ്റകൃത്യങ്ങൾക്ക് ഇരയാക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ മൃതദേഹത്തോട് നീതി പുലർത്തണമെന്നും മാന്യമായിട്ടുള്ള ഒരു അന്ത്യകർമ്മം നൽകണമെന്നും ആവശ്യപ്പെട്ട് ഒരു കൂട്ടം മനുഷ്യർ സർക്കാരിന് നിവേദനം നൽകി. സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ഈ ആവശ്യം ശക്തമായി ഉയരുകയും ചെയ്തു. മൃതദേഹം പ്രദർശിപ്പിക്കുന്നിടത്ത് ഒരുതരം പൊതുവിചാരണയായി കണക്കാക്കപ്പെടണമെന്നും നിയമപരമായിട്ടുള്ള ശിക്ഷ അനുഭവിച്ച ശേഷം ഒരാൾക്ക് ലഭിക്കേണ്ട അന്തസ്സ് സിയുയ്ക്ക് നിഷേധിക്കപ്പെട്ടുവെന്നും മനുഷ്യാവകാശ സംഘടനകൾ വാദിച്ചു. സിയുയുടെ കേസിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹത്തെ കുറ്റവാളി എന്ന് തെളിയിക്കാൻ തക്കവണ്ണമുള്ള ശാസ്ത്രീയ തെളിവുകൾ നാളിതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ്. വിചാരണ വേളയിൽ പോലീസ് ആശ്രയിച്ചത് പ്രധാനമായിട്ടും ദുർബലമായിട്ടുള്ള സാഹചര്യ തെളിവുകളെയും തായ് ഭാഷ വശമില്ലാത്ത ഒരാളുടെ കുറ്റസമ്മതത്തെയും മാത്രമാണ്. കുറ്റസമ്മതം സമ്മർദ്ദത്തിന് വഴങ്ങിയിരുന്നു എന്ന വാദത്തിന് സാധ്യത ഏറെ കൂടുതലുമാണ്. കൂടാതെ ചൈനീസ് കുടിയേറ്റക്കാരനായതുകൊണ്ട് മാത്രം തെളിയിക്കാൻ കഴിയാത്ത നിരവധി കുറ്റകൃത്യങ്ങൾ സിയുയുടെ മേൽ ചാർത്തുകയായിരുന്നു എന്ന് കരുതുന്ന ഒരു വിഭാഗവും ഇപ്പോഴും തായ്ലാൻഡിലുണ്ട്. വിചാരണയിലെ പിഴവുകളും തെളിവുകളുടെ അഭാവവും കാരണം സിയുയുടെ കേസ് തായ്ലാൻഡിനെ നീതിന്യായ വ്യവസ്ഥയിലെ ഒരു വിവാദമായി ഇന്നും നിലനിൽക്കുകയാണ്. സിയുയുടെ കഥ തായ്ലാൻഡിലെ സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള പൊതുബോധത്തിൽ ആഴത്തിൽ സ്വാധീനം അങ്ങനെ ചെലുത്താൻ തുടങ്ങി. വാശി പിടിക്കുന്ന കുട്ടികളെ ശാന്തരാക്കാൻ സിയുയുടെ പേര് ഉപയോഗിക്കുന്നത് ഒരു സാംസ്കാരിക ദുരുപയോഗമായി പലരും വിലയിരുത്തുകയും ചെയ്തു. ഒരു മനുഷ്യനെ തെളിയിക്കപ്പെടാത്ത കുറ്റകൃത്യങ്ങളുടെ പേരിൽ നരഭോജി എന്ന നിലയിൽ തലമുറകളോളം ഭയത്തിൻ്റെ പ്രതീകമായി അവതരിപ്പിച്ചത് തായ് സമൂഹത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളോടുള്ള മനോഭാവത്തെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചൈനീസ് വിദ്വേഷത്തിൻ്റെ പേരിൽ ഒരു സാധു മനുഷ്യൻ്റെ മേൽ കുറ്റകൃത്യങ്ങൾ ചാർത്തപ്പെട്ടു എന്ന വാദം സമൂഹത്തിലെ വംശീയമായിട്ടുള്ള മുൻവിധികളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. വർഷങ്ങളോളം നീണ്ടുനിന്ന മനുഷ്യാവകാശ പ്രവർത്തകരുടെയും പൊതുസമൂഹത്തിൻ്റെയും നിരന്തരമായിട്ടുള്ള പോരാട്ടത്തിനൊടുവിൽ 2020 ജൂലൈ മാസത്തിൽ സിയുയുടെ മൃതദേഹം ഔദ്യോഗികമായി സംസ്കരിച്ചു. ഇത് അദ്ദേഹത്തിന് ലഭിച്ച നീതിയുടെ പുനഃസ്ഥാപനമായി ഇന്നും കണക്കാക്കപ്പെടുകയാണ്. എങ്കിലും സിയുഇ കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരം ലഭിച്ചിട്ടില്ല. ഈ സംഭവം തായ്ലാൻഡിലെ നീതിന്യായ വ്യവസ്ഥ, മനുഷ്യാവകാശങ്ങൾ, കുടിയേറ്റ പ്രശ്നങ്ങൾ, സാംസ്കാരികപരമായിട്ടുള്ള വിദ്വേഷങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഇന്നും ഉയർത്തിപ്പിടിക്കുകയാണ്. വധശിക്ഷ നടപ്പാക്കിയ ഒരു മനുഷ്യന് വേണ്ടി പോലും നീതിക്ക് വേണ്ടി ശബ്ദമുയർത്താൻ സമൂഹം തയ്യാറാകുന്നു എന്നത് ജനാധിപത്യപരമായിട്ടുള്ള പുരോഗതിയുടെ ഒരു സൂചനയായി ഇന്നും നമുക്ക് വിലയിരുത്താനാവുന്നതാണ്.